ആൽവിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ബൂത്തുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ഇതിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ നീണ്ട നിര തന്നെയാണ് ബൂത്തുകളുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. പ്രായഭേദമന്യേ ആളുകൾ വോട്ട് ചെയ്യാനായി ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് ഈ മണിക്കൂറിൽ. പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഈ നിയമസഭാ മണ്ഡലത്തിൽ 1,94,000-ലധികം വോട്ടർമാരാണുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ തന്നെ 4 ഓക്സിലറി ബൂത്തുകൾ അടക്കം 184 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. എല്ലാത്തരം ക്രമീകരണങ്ങളും എല്ലാത്തരം ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. മോക്ക് പോളിംഗ് അടക്കം നടത്തി 7 മണിക്ക് വോട്ടെടുപ്പിനുള്ള എല്ലാത്തരം ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളടക്കം വെബ്കാസ്റ്റിംഗ് അടക്കം എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി തന്നെയാണ് ഈ ഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഈ 3 മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ്. വലിയ മികച്ച ഭൂരിപക്ഷമൊക്കെയാണ് 3 മുന്നണികൾ. ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയാണെങ്കിലും UDF സ്ഥാനാർത്ഥിയാണെങ്കിലും പ്രതികരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന മികച്ച ഭൂരിപക്ഷം തന്നെയാണ് രണ്ടുപേരും പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ 3 മുന്നണികളുടെയും അനുകൂല പ്രതികൂല ഘടകങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഉണ്ടായിരുന്നത് അതിൽ വിവാദങ്ങൾ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും അവരുടേതായ ശക്തി കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ വോട്ടർമാരിലേക്ക് സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഇന്ന് അവർ പോളിംഗ് ദിനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലും എത്തിക്കഴിഞ്ഞു. ഏതായാലും വലിയ ശക്തമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്, മണ്ഡലത്തിലെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ പ്രചാരണങ്ങളാണ് നടത്തിയത്. ആ പ്രചാരണമൊക്കെയും ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദമായി അദ്ദേഹം പറയുന്നത്. പി സരിൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹവും പറയുന്നത് മണ്ഡലത്തിലെ വിഷയങ്ങൾ പൂർണ്ണമായും ചർച്ച കേന്ദ്രീകരിച്ചിരുന്നു. വിവാദങ്ങൾ ഒരു വഴിക്ക് നടന്നെങ്കിലും അത്തരം ചർച്ചകളിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സി കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 184 ബൂത്തുകൾ, മുമ്പ് അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ 184 ബൂത്തുകളാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. 184 ബൂത്തുകളിൽ വോട്ടർമാർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. ഏതാണ്ട് 1,94,000-ലധികം വോട്ടർമാരാണ് ഉള്ളത്. അവർ ഇന്ന് വോട്ടെടുപ്പിനായി ഈ ബൂത്തുകളിലേക്ക് എത്തുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. 3 പഞ്ചായത്തുകളാണ് ഉള്ളത്. മാത്തൂർ, പിരായിരി, കണ്ണാടി, ഇങ്ങനെ 3 പഞ്ചായത്തുകളും നഗരസഭാ പ്രദേശവുമാണ് പാലക്കാടിൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു വിസ്തീർണമുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയും. അതിൽ പാലക്കാട് നഗരസഭയൊക്കെ വലിയ തോതിൽ BJPക്ക് സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് എന്നുള്ളതാണ് അവരുടെ വാദം. കാര്യം നഗരസഭ ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ മാത്തൂരും പിരായിരിയുമാണ് UDFൻ്റെ ശക്തി കേന്ദ്രങ്ങൾ. 2 പഞ്ചായത്തുകളിലും UDF ഭരിക്കുന്നു. കണ്ണാടി പഞ്ചായത്തിലാണ് LDF ഭരണം ഉള്ളത്. അതുകൊണ്ട് തന്നെ ബലാബലമുള്ള ഒരു ശക്തി കേന്ദ്രമെന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ. ഈ ഘട്ടത്തിൽ ഒക്കെയും വലിയ തോതിൽ ആവേശം ഈ വോട്ടർമാർക്കിടയിലുണ്ട്, അല്ലെങ്കിൽ പ്രചാരണത്തിനെത്തിയ ആളുകൾക്കിടയിലുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട്. ഏതായാലും ഇതൊക്കെയും വോട്ടായി മാറും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള ഒരു പ്രചാരണ പരിപാടികളാണ് നമ്മൾ കണ്ടത്. വിവാദങ്ങൾ ഒഴിയുന്നതിനോടൊപ്പം തന്നെ പിന്നീട് നാട്ടിലെ വിശേഷങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാടിനെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെയും, അതായത് നെൽകർഷകരുടെ പ്രശ്നങ്ങൾ, അത്തരം വിഷയങ്ങൾ, റോഡിൻ്റെ പ്രശ്നങ്ങൾ, അത്തരം വിഷയങ്ങളൊക്കെയും ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെയും വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് 3 മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. 93-94 ബൂത്ത് നമ്പറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് കാണാവുന്നതുപോലെ വോട്ടെടുപ്പ് ഇനി തുടങ്ങാൻ ഇനിയും മിനിറ്റുകളുണ്ട്. ഏതാണ്ട് 6:53 ആയിരിക്കുന്നു. 7 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. എങ്കിൽ പോലും ഈ ഇത്രയും വലിയ ഒരു ക്യൂവിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പോളിംഗ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് മുന്നണികളുടെ പ്രതീക്ഷയായിട്ടുള്ളത്. ഇതിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളത് നമുക്ക് 23-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അതിന് ദിനങ്ങൾ വളരെ കുറവാണ് എന്നുള്ളത് സ്ഥാനാർത്ഥികൾക്കും ആശ്വാസം നൽകുന്നു. പോളിംഗിന് ശേഷം 23-ലേക്ക് എത്തുമ്പോൾ പാലക്കാടൻ പെട്ടി തുറക്കുമ്പോൾ ആര് വാഴുമെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അധികം നാൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനായി വോട്ടർമാർ ഇപ്പോൾ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് പോലും നമ്മൾ ഈ ബൂത്തിലെ കാഴ്ച എന്ന് പറയുന്നത് സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. ആ വോട്ടർമാരൊക്കെയും ഇവിടെ ക്യൂവിലേക്ക് വരികയും ചെയ്യുന്നു. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ രാവിലെ തന്നെ പോളിംഗ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഒരു ചൂടുണ്ടാകും. പാലക്കാടിൻ്റെ ഒരു വെയിലിൻ്റെ തീവ്രതയിലേക്ക് വരുന്നതിന് മുമ്പ്
തന്നെ വോട്ടർമാരിൽ അധികവും വരും ഉച്ചയ്ക്ക് ശേഷവുമാകും പിന്നീട് കൂടുതൽ വോട്ടർമാർ വരിക എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും വലിയ ആവേശത്തോടു കൂടിയാണ് പാലക്കാട്ടെ വോട്ടർമാർ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്.